മോർണിംഗ്. അപ്പം നമ്മുടെ തിയറത്തിലോട്ട് വരികയാണ്. ദിസ് ഈസ് അവർ തിയറം. ഈ ഒരു തിയറത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും വലിയൊരു ലെമ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ തിയറം പറയുന്നത് എന്തുവാ? ലെറ്റ് ജി ബി എൻ ഓപ്പൺ ഇൻ ജി ബി ഓപ്പൺ ഇൻ സി ആൻഡ് ലെറ്റ് ഗാമ ബി എ റെക്ടിഫയബിൾ പാത്ത് ഇൻ ജി വിത്ത് ഇനീഷ്യൽ ആൻഡ് എൻഡ് പോയിന്റ്സ് ആൽഫ ആൻഡ് ബീറ്റ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, if f from g to c is a continuous function with a primitive capital F from g to c, then integral of gamma over f equal to capital F of beta minus capital F of gamma alpha എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമുക്കറിയാത്ത ഒരാളാണ് പ്രിമിറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ജി ഒരു ഓപ്പൺ ആണ്, സിയിൽ ഒരു ഓപ്പൺ സെറ്റ് ആണ്, ആൻഡ് ഗാമ എന്ന് പറയുന്ന ജിയിൽ ഒരു റെക്ടിഫയബിൾ പാത്താണ്. ഓക്കെ, ക്ലോസിൻ്റെ വില എ ബിന്ന് ജിയിലോട്ടേക്കുള്ള ഒരു റെക്ടിഫയബിൾ പാത്താണ്. ഓക്കെ, അപ്പം റെക്ടിഫയബിൾ പാത്താണ്. ആൻഡ് ആൽഫയും ബീറ്റയും എൻഡ് പോയിന്റ്സ് ആണ്. ആരെ എൻഡ് പോയിന്റ്സ്? ഗാമയുടെ എൻഡ് പോയിന്റ്സ് ആണ് കേട്ടോ. ഗാമയുടെ എൻഡ് പോയിന്റ്സ് പറയുമ്പം എന്താ പറയുക, ഗാമ ഓഫ് എ എന്ന് പറയുന്ന ആൽഫ ആയിരിക്കും, ഗാമ ഓഫ് ബി എന്ന് പറയുന്നത് ബീറ്റ ആയിരിക്കും എൻ്റെ വാല്യൂസ്. ഓക്കെ, ഇഫ് എഫ് ഫ്രം ജി ടു സി ഈസ് കണ്ടിന്യൂസ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻഡ് അതിന് പ്രിമിറ്റീവ് ഫ്രം എഫ് ഫ്രം ജി ടു സി, then എന്താ പറയുക, ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓവർ ഗാമ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ. ഇതിൽ പ്രിമിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയുമോ? എഫ് പ്രിമിറ്റീവാന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഈസ് പ്രിമിറ്റീവ് ഓഫ് എഫ്. നമ്മൾ സ്മോൾ എഫിന് എപ്പോഴാ പറയുക ഈ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം സ്മോൾ എഫ്. ഓക്കെ, ഈ ക്യാപിറ്റൽ എഫിൻ്റെ ആരായിരിക്കും സ്മോൾ എഫ് ഡെറിവേറ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് സ്മോൾ എഫിൻ്റെ പ്രിമിറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാപിറ്റൽ എക്സ് സ്ക്വയർ ഈസ് ദി പ്രിമിറ്റീവ് ഓഫ് 2x എന്ന് പറയാൻ പറ്റും. കാരണം ഇയാളുടെ ഡെറിവേറ്റീവ് ആണ് ഈ ചെറിയ ഫംഗ്ഷൻ അല്ലേ സ്മോൾ എഫ്. അതാണ് ഈ പ്രിമിറ്റീവിൻ്റെ അർത്ഥം, വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രൂഫ് തിയറം പ്രൂവ് ചെയ്യണം. ഈ പ്രൂഫ് നമ്മുടെ 2 കേസിലാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഗാമ എന്ന് പറയുന്നത് എന്താന്നേ പറഞ്ഞിട്ടുള്ളൂ? റെക്ടിഫയബിൾ പാത്താന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പീസ് വൈസ് സ്മൂത്ത് ആണോ അല്ലയോ എന്ന് നമുക്കറിയേയില്ല. ഓക്കെ, ജസ്റ്റ് ഒരു റെക്ടിഫയബിൾ പാത്ത് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അത് പീസ് വൈസ് സ്മൂത്ത് ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ആ ഒരു കേസ് വെച്ചിട്ടാണ് 2 കേസ് എടുത്താൽ പീസ് വൈസ് സ്മൂത്ത് ആയാൽ എങ്ങനെ ഉണ്ടാവും, പീസ് വൈസ് സ്മൂത്ത് അല്ല ജനറൽ കേസ് ആണെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നാണ് നമ്മളോട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൽ കേസ് 1 എടുക്കാം അല്ലേ? കേസ് 1 എന്തെടുക്കുക? നമ്മൾ സ്മോൾ ഗാമ എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക, ഗാമ ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി ടു സി എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക, ഈസ് പീസ് വൈസ് സ്മൂത്ത്. ഓക്കെ, പീസ് വൈസ് സ്മൂത്ത് ആണ് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ഫണ്ടമെൻ്റൽ തിയറം യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ആ 2 കേസ് നമ്മൾ പ്രത്യേകം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ദെൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ എന്തായിരുന്നു മക്കളെ? നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ എന്തായിരുന്നു? ഓർമ്മയില്ലേ? എന്തുവായിരുന്നു? ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഡി ഗാമ ഓഫ് ടി അല്ലേ? ഡി ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി അല്ലേ? ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഗാമ ഓഫ് ടി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു എഫ് ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി. ഇനി പറഞ്ഞേ മക്കളെ, ഈ എഫ് എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്? സ്മോൾ എഫ് ക്യാപിറ്റൽ എഫ് ഡാഷ് ആണ് നമുക്കറിയാമല്ലേ. കാരണം ക്യാപിറ്റൽ എഫ് പ്രിമിറ്റീവാണ് നമുക്ക് തന്നിട്ടുണ്ട്. സ്മോൾ എഫിൻ്റെ പ്രിമിറ്റീവാണ് ക്യാപിറ്റൽ എഫ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവാണ് സ്മോൾ എഫ്. ഓക്കെ, കാരണം എഫിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടല്ലേ സ്മോൾ എഫ് വരുന്നത്. അപ്പോൾ പുറകിലോട്ട് പോകുമ്പോൾ പ്രിമിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മോൾ എഫിന് പകരം എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ന് കൊടുത്തുകൂടെ? അപ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ഇൻ്റഗ്രൽ എ ടു ബി എഫ് പിന്നെ ഓക്കെ ഇനി നോക്കി മക്കളെ, എഫ് ഡാഷ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി. ഞാൻ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? എഫ് ഡാഷ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി എന്താ അത്? കോമ്പോസിഷൻ്റെ എഫ് ഓഫ് ഗാമ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണല്ലേ. നമ്മൾ എഫ് കോമ്പോസിഷൻ ജി ഡാഷ് എന്തായിരുന്നു? എഫ് ഡാഷ് ഓഫ് ജി ഇൻറ്റു ജി ഡാഷ്. ചെയിൻ റൂൾ ഓർമ്മയില്ലേ? കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യല്ലേ. അപ്പം എഫ് ഡാഷ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? അത് എഫ് കോമ്പോസിഷൻ ഗാമയുടെ ഡെറിവേറ്റീവ് അല്ലേ, ഓഫ് ടി ഇൻറ്റു ഡി ടി വരും. ഓക്കെ, വന്നു. ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ഒരുമിച്ച് വന്നാൽ ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് എഫ് കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടി
ഫ്രം എ ടു ബി എന്ന് കൊടുക്കാം. നമുക്കിനി കൊടുത്താലോ, വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? ഗാമ എഫ് ഓഫ് ഗാമ ഓഫ് ബി മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എ. നമുക്ക് തന്നിട്ടുണ്ട് ആൽഫയും ബീറ്റയും എന്താന്ന് തന്നിട്ടുണ്ട്? ആൽഫയും ബീറ്റയും എൻഡ് പോയിന്റ്സ് ആണ് തന്നിട്ടുണ്ട്. ഗാമയുടെ എൻഡ് പോയിന്റ്സ്, ഗാമ എന്ന് പറയുന്ന കേർവിൻ്റെ റെക്ടിഫയബിൾ പാത്തിൻ്റെ എൻഡ് പോയിന്റ്സ് ആണ്. ഗാമയുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗാമ ഓഫ് എ ആണ്. അതെന്താണ്? എൻഡ് പോയിന്റ്, അപ്പോൾ ആൽഫയാണ്. അപ്പോൾ മറ്റേതോ എൻഡ് പോയിന്റോ ഗാമ ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. എൻഡ് പോയിന്റ്സ് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ആൽഫയും ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഗാമ ഓഫ് എ ആണ്, കാരണം ഗാമ ഈസ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി അല്ലേ. ഇനീഷ്യൽ പോയിന്റ് ഗാമ ഓഫ് എ ആണ്, ഈ ഫൈനൽ പോയിന്റോ ഗാമ ഓഫ് ബി ആണ് അല്ലേ. അപ്പം ആൽഫയും ബീറ്റ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, അപ്പം എന്ത് കിട്ടും? എഫ് ഓഫ് ബീറ്റ മൈനസ് ഗാമ ഓഫ് എയോ എഫ് ഓഫ് ആൽഫ. കഴിഞ്ഞു. അപ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ. ഇവിടെ നമുക്ക് അങ്ങനെ ലെമയുടെ ഒരു ആവശ്യം വന്നിട്ടില്ല, കാരണം ഇവിടെ പീസ് വൈസ് സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്താളൂ, ആ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ലൈൻ ഇൻ്റഗ്രൽ ഒരു കേർവ് പീസ് വൈസ് സ്മൂത്ത് ആണെങ്കിലാണ് ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കിയാലോ. രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? ഗാമ പീസ് വൈസ് സ്മൂത്ത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ജനറൽ കേസ് അല്ലേ. ഓക്കെ, അപ്പം ജനറൽ കേസ് എടുക്കാം. കേസ് 2 എന്ന് പറയുന്നത് എന്തുവാണ് എന്നുവെച്ചാൽ ഇവിടെ എന്തല്ല, നമ്മുടെ ഗാമ എന്ന് പറയുന്നത് എന്തുമല്ല, പീസ് വൈസ് സ്മൂത്ത് അല്ല, ജനറൽ ആയിട്ടൊരു കേസ് വരികയാണെങ്കിൽ. ഓക്കെ, പീസ് വൈസ് സ്മൂത്ത് ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ ഇൻ്റഗ്രൽ നമുക്ക് എന്ത് കൊടുക്കാം? ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് എഴുതി വരാം അല്ലേ. ഇവിടെ എന്തല്ല, പീസ് വൈസ് സ്മൂത്ത് അല്ല. അങ്ങനെയാണെങ്കിൽ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കറിയാം ഗാമ റെക്ടിഫയബിൾ പാത്താണ്. ഹൗസ് ലെവൽ എ ബിന്ന് ജിയിലോട്ടേക്കുള്ള ഓൾസോ എൻഡ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദെൻ ബൈ എബവ് ലെമ്മ വെച്ച് നമുക്ക് എന്താ പറയായിരുന്നു? അവിടെ ഒരു പോളിഗണൽ പാത്ത് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹാവിങ് ദ സെയിം എൻഡ് പോയിന്റ്സ്. നമ്മൾ അങ്ങനെയല്ലേ ലെമ്മ പറഞ്ഞത്. ലെമ്മ എന്തായിരുന്നു? ലെമ്മയിൽ എന്താ, ലെമ്മയുടെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ലെമ്മയുടെ മക്കളെ പറഞ്ഞു, ലെമ്മയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു പറയുന്നത്? if G ഒരു ഓപ്പൺ സെറ്റ് ആണ്, ഗാമ ഒരു റെക്ടിഫയബിൾ പാത്ത് ആണെങ്കിൽ, ഓക്കെ, ഗാമ ഒരു റെക്ടിഫയബിൾ പാത്ത് ആണ് ആൻഡ് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം G to C ആണെങ്കിൽ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അവിടെ എന്തുണ്ടാവും? ഗാമയുടെ അതേ എൻഡ് പോയിന്റ്സ് വരുന്നൊരു പോളിഗണൽ പാത്ത് അല്ലേ. ഗാമ ഓഫ് എ ഈക്വൽ ടു ക്യാപിറ്റൽ ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബി സ്മോൾ ഗാമ ഓഫ് ബി ഈക്വൽ ടു ക്യാപിറ്റൽ ഗാമ ഓഫ് ബി എന്ന് വെച്ചാൽ അതേ എൻഡ് പോയിന്റ്സ് വരുന്നൊരു പോളിഗണൽ പാത്ത് ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളതൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇതാണ് ഗാമ ഓഫ് എ, ഇതാണ് ഗാമ ഓഫ് ബി, ഇങ്ങനെയാണ് കേർവ് വരുന്നെങ്കിൽ എന്തുണ്ടാവും അതിലോട്ട്? പിന്നെ എന്താ പറയുക, അതേ ഇനീഷ്യൽ എൻഡ് പോയിന്റ്സ് ടെർമിനൽ പോയിന്റ്സ് വരുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് വരുന്ന എന്തുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒരു പോളിഗണൽ പാത്ത് നമുക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് വരയ്ക്കുന്ന ഒരു പോളിഗണൽ പാത്തും അവിടെ ഉണ്ടാവും. സച്ച് ദാറ്റ് വാട്ട് ഈസ് എ കണ്ടീഷൻ? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ആ സ്മോൾ ഗാമയും അതേപോലെ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് വെച്ചാൽ ഓവർ ദ റെക്ടിഫയബിൾ പാത്ത് നമ്മൾ ഇൻ്റഗ്രൽ എടുത്താലും ഓവർ ദ പോളിഗണൽ പാത്ത് നമ്മൾ ഇൻ്റഗ്രൽ എടുത്താലും അതിൻ്റെ മോഡുലസിൻ്റെ ഡിഫറൻസ് എന്തായിരുന്നു? ഡിഫറൻസിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ സെയിം ആണ്. എന്താണ്? ഗാമ ഒരു റെക്ടിഫയബിൾ പാത്താണ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി ടു സി. എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ദെൻ നമുക്ക് എബവ് ലെമ്മ വെച്ചിട്ട് എന്ത് പറയാൻ പറ്റൂടാ? ദെൻ ബൈ എബവ് ലെമ്മ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ ഈസ് ഒരു പോളിഗണൽ പാത്ത് അല്ലേ. ദർ ഈസ് എ പോളിഗണൽ പാത്ത് ഗാമ ഉണ്ടാവല്ലേ ഫ്രം ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഗാമ ഓഫ് എ ഈക്വൽ ടു സ്മോൾ ഗാമ ഓഫ് എ, ക്യാപിറ്റൽ ഗാമ ഓഫ് ബി ഈക്വൽ ടു സ്മോൾ ഗാമ ഓഫ് ബി. എന്തുവാ മക്കളെ? സ്മോൾ ഗാമ ഓഫ് എ സ്മോൾ ഗാമ ഓഫ് ബി എന്താ നമുക്കറിയാം? ആൽഫയും ബീറ്റയും നമുക്ക് തന്നിട്ടില്ലേ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗാമ ഫ്രം ആൽഫ ടു ബീറ്റ നമുക്ക് പറയാം കേട്ടോ. സച്ച് ദാറ്റ് എന്തായിരുന്നു? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്ന ലെസ് ദാൻ എപ്സിലോൺ അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് സ്മോൾ ഗാമേനെ പറ്റി ഒന്നും അറിയില്ല, റെക്ടിഫയബിൾ പാത്തിനെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല. അതെന്താണ്, എന്ത് പാത്താണ്, പീസ് വൈസ് സ്മൂത്ത് ആണോ നമുക്കറിയാം, കാരണം നമ്മൾ ജനറൽ കേസാണ് എടുത്തത് അല്ലേ. പീസ് വൈസ് സ്മൂത്ത് വെച്ച് നമ്മൾ മുകളിൽ പറഞ്ഞു. ഇവിടെ നമുക്ക് ഇവിടുത്തെ റെക്ടിഫയബിൾ പാത്ത് എന്തല്ല, ഒരു പീസ് വൈസ് സ്മൂത്ത് ഒന്നല്ല, നോർമൽ കേവ്. പക്ഷേ ഒരു പോളിഗണൽ പാത്ത് എന്തായിരിക്കും? അത് എപ്പോഴും ഒരു പീസ് വൈസ് സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. എ പോളിഗണൽ പാത്ത് ഈസ് ഓൾവേസ് പീസ് വൈസ് സ്മൂത്ത്. ഓക്കെ, പോളിഗണൽ പാത്ത് ഈസ് എന്തായിരിക്കും?
പീസ് വൈസ് സ്മൂത്താന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പീസ് വൈസ് സ്മൂത്ത് ഫംഗ്ഷനാന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാടാ, തൊട്ട് മുകളിലത്തെ കേസ് പ്രകാരം, തൊട്ട് മുകളിലത്തെ ദെൻ ബൈ എബവ് കേസ് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ ബൈ എബവ് കേസ് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും പറഞ്ഞേ, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻ്റഗ്രൽ ഓഫ് ഗാമ എന്ന് പറയുന്നത് മതി എ ടു ബി എഫ് ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി അല്ലേ, ഇങ്ങനെ വരും അല്ലേ. ദാറ്റ് ഈസ് എന്ത് വരുമായിരുന്നു, സ്മോൾ എഫിന് പകരം നമ്മൾ ക്യാപിറ്റൽ എഫ് കൊടുക്കും, എഫ് ഡാഷ് എന്ന് കൊടുക്കും, കാരണം പ്രിമിറ്റീവ് എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ക്യാപിറ്റൽ ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഈസ് എ ചെയിൻ റൂൾ പ്രകാരം ഇതെന്താന്ന് കിട്ടി, ഇൻ്റഗ്രൽ എ ടു ബി എഫ് കോമ്പോസിഷൻ ക്യാപിറ്റൽ ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് എന്ത് കിട്ടി, എഫ് ഓഫ് ഗാമ, എഫും ഗാമയൊന്നും മാറിപ്പോവല്ലേ, ഗാമ ഓഫ് ടി എന്ത് പറയാൻ പറ്റും, ഇൻ്റഗ്രൽ ഓഫ്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് വേണം, ഇവിടുത്തെ സ്റ്റെപ്പ് വേണം നിങ്ങൾക്ക് ചെറുതാക്കാം കേട്ടോ, കാരണം മുകളിലത്തെ സെയിം കേസ് ആണല്ലോ. ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ആണെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു, എൻ്റെ പോയിന്റ്സ് സെയിം ആണല്ലേ. ആൽഫയും ബീറ്റ ആണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആ കേർവ് എന്ന് പറയുന്നത് എന്തുവാണ്, ആ പാത്ത് എന്ന് പറയുന്നത് പീസ് വൈസ് സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും പറയാം, ഈ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതിയാൽ മതി കേട്ടോ, ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എഫ് ഓഫ് ഗാമ ഓഫ് ടി ക്യാപിറ്റൽ ഗാമ ഓഫ് ടി ഇൻറ്റു എ ടു ബി വരും. ദാറ്റ് ഈസ് എഫ് ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് ബി മൈനസ് എഫ് ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് എ. ക്യാപിറ്റൽ ഗാമ ഓഫ് ബിയും ക്യാപിറ്റൽ ഗാമ ഓഫ് എ എന്താണെന്നറിയാം, ആൽഫയും ബീറ്റയും നമുക്കറിയാം അല്ലേ, കാരണം എൻഡ് പോയിന്റ്സ് സെയിം ആണ്. പോളിഗണൽ പാത്തിന് എൻഡ് പോയിന്റ്സ് റെക്ടിഫൈഡ് പാത്തിന് അതേ എൻഡ് പോയിന്റ്സ് തന്നെയാണ്. സോ എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് എ അല്ലേ. ഇത് ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ദെൻ ബൈ എബവ് കേസ് ഇൻ്റഗ്രൽ ഓഫ് എഫ്, ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നത് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് എ, നമുക്ക് ആൽഫ എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, കാരണം മുകളിൽ പീസ് വൈസ് സ്മൂത്ത് ആയതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചല്ലോ. അപ്പം ഇവിടെ നമ്മുടെ പോളിഗണൽ പാത്ത് പീസ് വൈസ് സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ മുകളിലത്തെ കേസ് വെച്ച് ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ പോളിഗണൽ പാത്ത് ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ നമുക്ക് പറയാം അല്ലേ. ഹെൻസ് അപ്പം അങ്ങനെയാണെങ്കിൽ ദെൻ ബൈ ലെമ വെച്ച് നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമയ്ക്ക് പകരം ഇത് കൊടുക്കുക അല്ലേ, എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ എന്താന്ന് കിട്ടി, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കിട്ടി അല്ലേ. നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് പറയാം, സിൻസ് എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് തന്നെ എപ്സിലോൺ 0 ആവുന്നതിന് ശേഷം 0 പോകുന്നതനുസരിച്ച് എന്ത് കിട്ടുവടാ, ആസ് എപ്സിലോൺ ടെൻസ് ടു 0 നമുക്ക് എന്ത് കിട്ടും, ഈ മോഡുലസിൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ എപ്സിലോൺ 0 പോകുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുവടാ, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ എന്ന് പറയുന്നത് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ. ഓക്കെ, ഇവിടെ നമ്മൾ മുകളിൽ എന്ത് ചെയ്തു, നമ്മുടെ ഗാമ എന്ന് പറയുന്നത് പീസ് വൈസ് സ്മൂത്ത് ആക്കി വെച്ചിട്ട് ആ ഒരു രീതിയിൽ ചെയ്തു. ഓക്കെ, പക്ഷേ നമുക്കിവിടെ കേവ് പ്രത്യേകം പറഞ്ഞിട്ടില്ല, പാത്ത് സ്പേസ് വൈസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റെക്ടിഫയബിൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു. പിന്നെ ജനറൽ കേസും വെച്ച് നമ്മൾ ചെയ്തു. ആ ജനറൽ കേസ് വെച്ചപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്ത്, അവിടെയാണ് നമുക്ക് ആ ലെമ്മയുടെ പ്രാധാന്യം. കാരണം ഒരു റെക്ടിഫയബിൾ ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഓവർ എ റെക്ടിഫയബിൾ കേർവും ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഓവർ എ പോളിഗണൽ പാത്ത് ഫ്രം ദ സെയിം എൻഡ് പോയിന്റ്സ്, ആ റെക്ടിഫയബിൾ പാത്തിൻ്റെ അതേ എൻഡ് പോയിന്റ്സിൽ നിന്ന് തന്നെയുള്ള ഒരു പോളിഗണൽ പാത്തിൻ്റെ ഓവറായിട്ട് ഇൻ്റഗ്രൽ എടുക്കുന്നതും സെയിം ആയിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഡിഫറൻസിൻ്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും അല്ലേ. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്, രണ്ടാമത്തെ കേസ് പ്രൂവ് ചെയ്ത്. കാരണം പോളിഗണൽ പാത്ത് എന്താണ്, പോളിഗണൽ പാത്ത് ഒരു പീസ് വൈസ് സ്മൂത്ത് ആയതുകൊണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് മേലത്തെ അതേ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ തിയറം, ഇതാണ് തിയറം. ഈ തിയറമാണ് ചോദിക്കുക, ലെമ ചോദിക്കത്തില്ല. നമ്മൾ വേണം ആ ലെമയുടെ സ്റ്റേറ്റ്മെൻറ്റും വെച്ചിട്ട് ഈ തിയറം പ്രൂവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പാർട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ സെക്കൻഡ് പാർട്ടിൽ ലെമയാണ്, അവിടെ നമ്മൾ ലെമയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലെമ മറന്നു പോവാതെ പഠിക്കുക. വലിയ സ്റ്റെപ്സൊക്കെയാണ്, നിങ്ങൾക്ക് കുറേയൊക്കെ ചുരുക്കി എഴുതാം കേട്ടോ, കുറേയൊക്കെ ഞാൻ എക്സ്പ്ലെയിനേറ്ററി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്തിയാണ് വീഡിയോ. നിങ്ങൾക്ക് കുറേ സ്റ്റെപ്സ് നിങ്ങളെ കൊണ്ട് തന്നെ ചുരുക്കാൻ പറ്റും കേട്ടോ. അത് ചുരുക്കി ചെയ്യുന്ന അത്രയും നല്ലതായിരിക്കും, നിങ്ങൾക്ക് ടൈം ലാഭിക്കാം. കാരണം അത്യാവശ്യം ഇതുള്ളൊരു കണ്ടന്റ് ഉള്ള തിയറാണ്, നല്ല ലെങ്തി ഒരു തിയറാണ്. ലെമ്മ ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം
കണ്ടിന്യൂ വിടാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ചുരുക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കുഞ്ഞു കൊറോളറിയും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു കൊറോളറിയാണ്. കൊറോളറി ഒന്നും പറയുന്നില്ല. കൊറോളറി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോളറി 1.22 ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ലെറ്റ് ജി ഗാമ ആൻഡ് എഫ് സാറ്റിസ്ഫൈ. ജി ഗാമയും എഫും, ജി എന്ന് പറയുന്ന ഓപ്പൺ സെറ്റാണ്, ഗാമ ഒരു റെക്ടിഫയബിൾ പാത്താണ്, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, സാറ്റിസ്ഫൈ the same hypothesis as in theorem 1.18 if gamma is a closed curve ആണെങ്കിൽ. ക്ലോസ്ഡ് കർവ് ആകുമ്പോൾ എന്തായിരിക്കും, ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓവർ എഫ് ഈസ് ഈക്വൽ ടു 0 ആണെന്നാണ് പറയുന്നത്. ഇതൊന്നുമില്ലടോ, ഇതെന്താ ചെയ്യുക, ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓവർ എഫ് എന്ന് പറയുന്നത് പ്രൂഫാണ്. പ്രൂഫ് എന്നൊന്നും പറയാനില്ല. നമ്മളിപ്പം മുകളിലത്തെ കണ്ടീഷൻ എന്താ പറയുക, തിയറം 1.18 പ്രകാരമാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ എന്ന് പറയുന്നത് എന്തുവാണ്, ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ. മക്കളെ, എന്താണ് എഫ് ഓഫ് ബീറ്റ എഫ് ഓഫ് ആൽഫയും? ഇത് ക്ലോസ്ഡ് കർവ് നമുക്ക് തന്നിട്ടില്ലേ. അപ്പോൾ എഫ് ഓഫ് ബീറ്റയുടെ എഫ് ഓഫ് ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും സെയിം ആവൂലേ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ, രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ദാറ്റ് ബിക്കം 0. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അത് പ്രൂഫ് അപ്പോൾ ചോദിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് തിയറം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നല്ലപോലെ പഠിക്കുക. എന്താണ് പോളിഗണൽ പാത്ത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. പോളിഗണൽ പാത്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റ് വരെയുള്ള നമ്മൾ എങ്ങനെയാണ് നമ്മൾ പാത്ത് വരയ്ക്കുക, നമ്മുടെ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തൊരു കേർവ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക അല്ലേ. ആ കേർവിന് പകരം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ആ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് നമ്മൾ പോളിഗണൽ പാത്ത് എന്ന് വിളിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ഒരു കോൺസെപ്റ്റ് മറക്കാതിരിക്കുക. എന്താ പറയുക, ഏതൊരു കേർവിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും, ഏതൊരു റെക്ടിഫയബിൾ പാത്തിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും നമുക്ക് എന്തും വരയ്ക്കാൻ പറ്റും, ഒരു പോളിഗണൽ പാത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഹാവിങ് ദ സെയിം എൻഡ് പോയിന്റ്സ് ആൻഡ് ഓൾസോ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ആ റെക്ടിഫയബിൾ പാത്തിൽ ഇൻ്റഗ്രൽ എടുക്കുന്നതും ഈ ഒരു പോളിഗണൽ പാത്തിൽ ഇൻ്റഗ്രൽ എടുക്കുന്ന വാല്യൂ, എഫിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നതും എന്തായിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതാണ് നമ്മൾ പഠിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് വെച്ചാൽ ഓവർ ദ റെക്ടിഫയബിൾ പാത്ത് നമ്മൾ എഫിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നതും ഓവർ ദി പോളിഗണൽ പാത്ത് നമ്മൾ എഫിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും, ഇറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ.